സുഹൃത്തുക്കളെ കണ്ട, മീൻപിടിപ്പാറയിലൂടെ നമുക്ക് മഴയായാലും വെയിലായാലും എല്ലാം നല്ല രീതിയിൽ നടന്നു പോവാന്നാ. ഇവിടെ കല്ല് വെച്ച പാതയാണ്, അങ്ങ് കിടക്കുക നീളത്തില്. കണ്ട, ഇത്ര നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ട്. കണ്ട, മഴയായാലും നമ്മുടെ കാലിലൊന്നും ചെളിയൊന്നും പറ്റത്തില്ല. ഇവിടെ എപ്പോഴും തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുക. മുറ്റം പോലെ കിടക്കുന്നു. എപ്പോഴും കുറേ ചെടികളും മുറ്റം ഇവിടെ എല്ലാം തൂത്ത് എപ്പോഴും കണ്ട വൃത്തിയാണ്. ഇത് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലാണ്. നാണ്ടേ നമ്മുടെ ഒരു അമ്മാവൻ വരുന്നുണ്ടോ, വയസ്സുകാലത്ത് വീട്ടിലൊന്നും ഇരിക്കാതെ. കണ്ടാ, മാമന്റെ വീട് എവിടെയാണ്? എന്റെ വീട് കൊട്ടിയത്ത്. കണ്ടാ, കൊട്ടിയത്തുനിന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കൊട്ടാരക്കര കാഴ്ചകളൊക്കെ കാണാൻ. അടൂരിന്ന് പത്തനംതിട്ടന്ന് അങ്ങ് കുവൈറ്റിന്ന് വരെ ആളുകൾ ഇവിടെ വന്നു. കുവൈറ്റിലൊരു ഫാമിലി അവിടെ നിൽപ്പുണ്ട്. ആ ആണല്ലേ, കുവൈറ്റിലെ ആളിന്റെ ടീമാണ്, ടീം മെമ്പറാണ്. മാമന്റെ പേരെന്താ? എന്റെ പേര് പ്രേംലാൽ. കണ്ടാ, പ്രേംലാൽ മാമൻ ഇവിടെ പ്രേമിക്കാനൊന്നും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നേക്കുവാ. ഇവിടെ എപ്പോഴും കമിതാക്കളൊക്കെ വന്നിരുന്ന് സല്ലപിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരുന്ന് സൊള്ളുന്നുണ്ട്. കൊച്ചാണോ വലുതാണോ എന്തോ. ഇവിടെ എപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ വരും. നല്ല പ്രദേശം. കണ്ടാ, തോട് അടിപൊളിയാ. പ്രകൃതിയും രമണിയും കൂടെ ഇഴുകി ചേർന്ന് ഇരിക്കുക. പ്രകൃതിയും രമണിയും ഇവിടെയാണ് ഉള്ളത്. നിങ്ങൾ കാശളവാകി അങ്ങ് കർണാടകയിൽ ഗോകർണത്ത് ഗോവയിലൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടാ. അടിപൊളിയാ. ഈ ചേട്ടന്മാരൊക്കെ മസിലും പിടിച്ച് വരുന്ന കണ്ടാ, ഒക്കൂല. കണ്ടാ, നടപ്പാതയിലൂടെ ചേട്ടന്മാരൊക്കെ മസിലും പിടിച്ച് വരുമോ. പോവാ നിങ്ങൾ എവിടെ ഉള്ള? ഞാനൊരു യൂട്യൂബറാണ്. ഒന്നും അവിടെ നിന്ന് ക്ഷീണിച്ചു പോയല്ലേ. ഇങ്ങോട്ടൊന്നും നിൽക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എവിടെ സ്ഥലം? പൊലിക്കോട്. പൊലിക്കോട് കൊട്ടാരക്കര തന്നെയല്ലേ? ആയിരോട്ട് പോന്നേ. വൈക്കൽ. അതെ, എനിക്കവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുലത ചേച്ചി ആക്സിഡന്റിൽ പൊലിക്കോട് ജംഗ്ഷനിൽ വെച്ച് കാർ അപകടത്തിൽ മരിച്ച അറിയാം. ഞങ്ങളെ കൂടെ രംഗശ്രീയിൽ നാടകം ചെയ്യുന്നതായിരുന്നു ചേച്ചി. സുബൈദ ക്രിയേഷൻ. ഓക്കെ, സന്തോഷം.